ഒരാളെ ഓരോ സ്ഥലത്തൂടെ വന്ന് അങ്ങ് രാജാവിലെത്തിക്കുക എന്ന് പറയുന്നതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ എത്തി കൺട്രോൾ സിസ്റ്റം വളരെ കൃത്യമായിട്ട് കുട്ടിക്കാലം തൊട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അടിമകളായി പിടിച്ചുകൊണ്ട് വന്ന ആളുകൾ അനുസരിക്കത്തില്ല. അപ്പോൾ അവരെ നമ്മൾ തോക്കും വെടിയുണ്ടയൊക്കെ ആയിട്ട് നോക്കി നിന്ന് പണി, നമ്മൾ ഈ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന ആൾക്കാർക്ക് കഠിനത്തടവ് കൊടുക്കുമ്പോൾ പോലീസുകാർ നോക്കി നിന്ന് പണിയെടുപ്പിക്കത്തില്ല. അതുപോലായിരുന്നു അടിമകൾ പണിയെടുക്കുന്നത്, നോക്കാൻ ആൾ നിർത്തണം. പക്ഷേ ഈ അടിമകളുടെ കുഞ്ഞുങ്ങളെ കുട്ടിക്കാലത്ത് തൊട്ട് പരിശീലിപ്പിച്ചാൽ നല്ല അനുസരണയുണ്ട്, പറഞ്ഞാൽ അനുസരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഈ തോക്കും പിടിച്ച് നിൽക്കണ്ട, പറഞ്ഞാൽ ഉടനെ കേൾക്കും. പറഞ്ഞാൽ അനുസരിക്കുന്ന ജനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അതിനാണ് നമ്മൾ ഈ സ്കൂളല്ല, ആദ്യകാലത്തെ സ്കൂൾ, ഇപ്പോഴത്തെ സ്കൂളല്ല. ആദ്യകാലത്തെ എന്ന് പറഞ്ഞാൽ സെമിനാരി, മദ്രസ, ഗുരുകുലം, അത് മതപാഠശാലകൾ, ഇത് മുഴുവൻ ഉണ്ടാക്കിയത് ദൈവമാണ്. ഈ ലോകം സൃഷ്ടിച്ചത് ആ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവതാരമാണ് രാജാവ്. രാജാവിൻ്റെ ആവശ്യപ്രകാരമാണ് ഇത്. അപ്പോൾ ദൈവത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഇതെല്ലാം നടക്കുന്നതെന്നുള്ള കാര്യം, ലെജിറ്റിമേഷൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ശരിയും തെറ്റുമൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ശരിയും ഉണ്ടാകും, തെറ്റുണ്ടാകും, ഇങ്ങനെയാണ്. അപ്പോൾ ആളുകൾ കുട്ടിക്കാലത്തോട്ട് ശരി, അപ്പോൾ പിന്നെ ആ കുട്ടിയായിട്ടിരിക്കുമ്പോൾ പഠിപ്പിച്ചാൽ പിന്നെ അനുസരിച്ചോളൂ, ഒരു പേടിയും വേണ്ട. മറ്റേ പ്രായമായവരാണെങ്കിൽ നോക്കാൻ ആൾ നിർത്തണം. നമുക്കറിഞ്ഞൂടെ, പ്രായമായവർ സകല ട്രാഫിക് സിഗ്നലും ഒക്കെ തെറ്റിക്കും. പക്ഷെ കുട്ടിക്കാലത്തെ നമ്മൾ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ അച്ചടക്കത്തോടെ ആൾക്കാരിരിക്കും. അതിനെയാണ് അച്ചടക്കം, അതാണ് വാക്ക്, അച്ചടക്കത്തോടെ ഇരിക്കണം. അപ്പം നമ്മൾ സ്കൂളിലൊക്കെ ഇന്നും പഠിപ്പിക്കുന്നത് അച്ചടക്കമാണ്, ഇങ്ങനെ ഇരിക്കണം. ഓടി നടക്കുന്ന കുട്ടികളാണ്, അവർ അനങ്ങാതിരിക്കാൻ പഠിപ്പിക്കുകയാണ് അതിനകത്ത് ചെയ്യുന്നത്, അനുസരണം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ഈ മൂല്യങ്ങൾ മുഴുവൻ പഠിപ്പിച്ച് ഈ പണിയെടുക്കുന്നത് മുഴുവനും രാജാവിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഉണ്ടാക്കുന്നത് മുഴുവൻ രാജാവിന് കൊടുക്കണം. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഉണ്ടാക്കാനുള്ള നിലനിൽപ്പിന് ആവശ്യമായത് പദം കഷ്ണമായിട്ട് ഇച്ചിരി തരും നമുക്ക്. അത് തിന്ന് അതിനെയാണ് പിൽക്കാലത്ത് നമ്മൾ കൂലി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടേതല്ലാതായി. ഇപ്പം നിങ്ങൾ മരത്തെ കയറി മാങ്ങ പറിച്ചാൽ മാങ്ങ മുഴുവനും രാജാവിൻ്റെതാണ്. അതുകൊണ്ടാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത് ഇതിൻ്റെ അകത്ത് നിന്ന്. അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്, നമ്മൾ തന്നെ നട്ടമരമാണ്, ഇതെല്ലാം പറഞ്ഞാലും ശരി, രക്ഷയൊന്നുമില്ല. അത് അവിടെ അത് അടച്ചിട്ടുണ്ടോന്ന്. അപ്പം എന്താണ്, കൊയ്ത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ സാധനവും അവിടെ കൊടുക്കണം. ആ കൊടുക്കുന്ന, അപ്പോൾ അതിങ്ങനെ സിസ്റ്റമാക്കി മാറ്റിയപ്പോഴാണ് പ്രഭുക്കന്മാരുണ്ടായത്, ജന്മികളുണ്ടായത്. ഇതെല്ലാം രാജാവിനോട് ബന്ധപ്പെട്ടാണ്. ഇത് മുഴുവൻ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടാകുക എന്ന് പറയുന്ന സാധനമാണ് ഉണ്ടാക്കിയത്. ഇത് നമ്മളേണ്ട ഒരു 10,000 വർഷത്തോളം മനുഷ്യർ ഈ പണിയെടുക്കാൻ തുടങ്ങി. നമ്മൾ ഈ പറയുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇത് ശരിയല്ല, ഇത് മാറണം എന്ന് പറയുന്ന ഓരോ ആളും അധ്വാനിക്കുന്നത് വഴിയാണ് ലോകം ഉണ്ടാകുന്നത്, ലോകത്ത് ഓരോന്നുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒരു രാജ്യത്തെ പ്ലാൻ ചെയ്യുന്ന, അതുകൊണ്ടാണ് കാര്യം നടന്നത്. രാജാവിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് കൊട്ടാരം ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് അനുസരണ പഠിപ്പിക്കുന്ന പള്ളി ഉണ്ടാക്കുക, അനുസരണ പഠിപ്പിക്കുന്ന അമ്പലം ഉണ്ടാക്കുക, ആരാധനാലയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ യഥാർത്ഥം ചെയ്തിട്ടുള്ളത്. നമ്മൾ നോക്കിയാൽ മതി. ഇന്ന് നമ്മൾ എല്ലാ സ്ഥലത്തും ഏറ്റവും വലിയ ഗോപുരവും ഏറ്റവും വലിയ സ്ഥാപനമായിട്ട് നിൽക്കുന്ന മുഴുവനും അമ്പലങ്ങളോ പള്ളികളോ ആയിരിക്കും. കൊട്ടാരങ്ങളും ഇത് കഴിഞ്ഞ് കോട്ടയം കൊട്ടാരവും അമ്പലങ്ങളും ആയിരുന്നു ലോകത്തിലേറ്റും. ബാക്കി മനുഷ്യർ ജീവിച്ചിരുന്ന മുഴുവൻ കൂടില്ല. ഇത് നമ്മൾ കാണുന്നു. രാജാക്കന്മാർ കൊട്ടാരത്തിൽ കഴിയുമ്പോഴേ അമ്പലങ്ങളൊക്കെ എത്ര വലുതായാലും എത്ര പള്ളികൾ വലുതായി നിന്നാലും ശരി, ആളുകൾ ജീവിച്ചിരുന്ന കൂടില്ല. പക്ഷേ ഈ ആളുകൾ ചെയ്യുന്ന ഓരോ ആളും ഒരു കൃഷി ചെയ്യുന്ന സാധനം തൊട്ട് ഒരു കപ്പ നടുന്നത്, ഒരു മുളക് നട്ടാലും അത് മുഴുവൻ അതിൻ്റെ പങ്ക് ഇങ്ങനെ കൊടുത്ത് ഈ മേളിലുള്ള മുഴുവൻ ആൾക്കാരുടെയും ജീവിതം നിലനിൽക്കുന്ന, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് നമ്മുടെ പണി. ഇങ്ങനെ ആയിപ്പോയി. ഈ സാധനത്തിനെതിരെയാണ് ഒരു 200 വർഷം മുമ്പ് നമ്മൾ ബഹളം ഉണ്ടാക്കി. അങ്ങനെയാണ് ആദ്യമായിട്ട് രാജാവിനെ മാറ്റിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കാം. അങ്ങനെയാണ് നമ്മുടെ ഇടയിൽ നിന്ന് ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് ഭരിക്കാനാണെന്നുള്ളതാണ് നമുക്കുണ്ടായിപ്പോയ തെറ്റ്. ഭരണമല്ല, ക്രമീകരണവും സേവനവുമാണ് വേണ്ടത്. സർവീസസിന് അതാണ് നമ്മൾ കൺസെപ്റ്റ് വെച്ചത്. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയൊക്കെ വരുന്ന സമയത്ത് ജനങ്ങളാണ് പരമാധികാരി എന്നാണ്. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന ഗവൺമെൻറ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ രാജാവിൽ കേന്ദ്രീകൃതമായിരുന്ന അധികാരവും ബലവും ഓരോ ആൾക്കും പങ്കുവെച്ച് കൊടുത്തതാണ് ഓരോ വോട്ട്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ ഒരാൾ ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആളാണ്.
അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ പറയും എനിക്ക് രാഷ്ട്രീയക്കാരെ ഒന്നും ഇഷ്ടമല്ല, ഞാൻ രാഷ്ട്രീയത്തിലൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടായി ഉണ്ടെന്ന്. അതുകൊണ്ട് വേറെ ആരോ ഇവർക്ക് വേണ്ടി പണിയെടുത്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ വളരെ കൃത്യമായിട്ട് ഒരാൾക്കൊരു വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഇലക്ഷന് നിൽക്കുന്ന ആൾ എവിടുന്നോ, നമ്മളെപ്പോഴും ഇങ്ങനെ പറയും രാഷ്ട്രീയക്കാരെല്ലാം ശരിയല്ല എന്ന് പറയും. നമ്മളെല്ലാമാണ് ഈ രാഷ്ട്രീയക്കാർ. അവർ ശരിയല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പകരം നിൽക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ്. അപ്പോൾ ഈ രണ്ട് വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജാവിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരാൾക്കും രാഷ്ട്രീയമായ യാതൊരു അധികാരമില്ല. അവിടെ പ്രജകളാണുള്ളത്. അടിമകളായി പിടിച്ചവരെ പ്രജയാക്കി മാറ്റിയതാണ് നേരത്തെ കുട്ടിക്കാലം തൊട്ട് പഠിപ്പിക്കുന്നത് എന്ത് ശരി എന്ത് തെറ്റ് എന്ന് പഠിപ്പിച്ചിരുന്നത്. ആ സാധനത്തിന് പകരം ഓരോ ആളും അധികാരമുള്ളവരായി മാറുക എന്ന് പറയുന്നതാണ് ജനാധിപത്യം. അപ്പോൾ എല്ലാവരും രാഷ്ട്രീയക്കാരാണെന്ന് അറിയേണ്ടത്. അപ്പോൾ പൊളിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം പ്രജയ്ക്ക് വേണ്ടിയിരുന്ന എന്താണ്? കൂറ്, ലോയൽറ്റി, അനുസരണ. അത് കഴിഞ്ഞിട്ട് അനുസരണ, അത് കഴിഞ്ഞിട്ട് എന്താണ് അവർക്ക് കുറച്ച് കടമകളുണ്ട്. പറഞ്ഞാൽ അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. പറയുന്നത് മാത്രമേ ചെയ്യാവൂ, മറിച്ച് പറയരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും സ്കൂളിലെല്ലാം പഠിപ്പിക്കുന്നത് അതുപോലെ പറയണം എന്നാണ്. ഒരക്ഷരം മാറിക്കൂടാ, വേറൊന്നും ആലോചിച്ചുകൂടാ, കൃത്യമായിട്ട് പഠിപ്പിച്ചത് പറയണം. ഇപ്പോഴും നമ്മുടെ സ്കൂളൊക്കെ അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ മതപാഠശാലകൾക്ക് പകരം സ്കൂളിനകത്ത് പോലും ഇതാണ് നിൽക്കുന്നത്. ഇത് അറിഞ്ഞുകൂടാ, ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രജയായിരിക്കുന്ന ആളിന് കൂറ്, അനുസരണയും കടമകളും ഉണ്ട്. പക്ഷേ ജനാധിപത്യത്തിന് പൗരന് എന്താ വേണ്ടത്? അവകാശമുണ്ട്. ഇതാണ് വ്യത്യാസം. അയാൾക്ക് അവകാശമുണ്ട്. അയാളുടെ കൂറെന്ന് പറയുന്നത് രാജാവിനോടല്ല, രാജ്യത്തിനോടാണ്. അതാണ് പൗരനുള്ളത്. രാജ്യത്തിനോടാണ് കൂറ്. അതുകൊണ്ടാണ് രാജ്യസ്നേഹം എന്ന് നമ്മൾ, മറ്റേ രാജസ്നേഹമായിരുന്നു, രാജാവിനോടായിരുന്നു കൂറ്. ഇപ്പം രാജ്യത്തിനോടാണ് കൂറ്. മാത്രമല്ല അറിഞ്ഞ് പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് ഉത്തരവാദിത്വം. അയാളുടെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞാൽ 6 കടമകളുണ്ട്. അയാൾക്ക് അത് ഉത്തരവാദിത്തത്തോടെ. അപ്പം അയാളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളായിട്ട് മാറുന്നത്, അല്ല പറഞ്ഞാലനുസരിക്കുന്ന ആളല്ല. അപ്പം ജനാധിപത്യത്തിനകത്തെ പൗരൻ എന്ന് പറയുന്ന ആളിന് ഉത്തരവാദിത്തം, ഈ അവകാശം, അതാണ് അവകാശം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ആർക്കും ഒരു അവകാശമില്ല. തരുന്നത് മേടിച്ച് പൊക്കോണം, അതായിരുന്നു. മറ്റേതങ്ങനല്ല. നമ്മൾ എനിക്ക് ഈ കൂലി ഇത് പോരാ എന്ന് പറയുന്ന ഡിമാൻഡൊക്കെ നമ്മൾ വെക്കണം. ഡിമാൻഡ് വെക്കണം എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന സാധനം. അതുപോലെ തന്നെ ചോദിച്ച് വാങ്ങണം. ഇത് എനിക്ക് പോരാ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ആവശ്യത്തിന്, എൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടുന്ന് വരുന്നില്ല, അത് കാരണം കൊണ്ട് അത് കൂട്ടണം. അങ്ങനെയാണ് കൂലി കൂടുന്ന യുക്തിയൊക്കെ വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവകാശമുള്ള ജനങ്ങൾ സ്വയം അറിഞ്ഞ് പ്രവർത്തിച്ച് അവരുടെ ജീവിതം നിർണ്ണയിക്കുന്നതിന് അവരുടെ അധ്വാനം അവരുടേതാക്കിയും കൂടെ മാറ്റുന്നത് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ലോകത്താണ് നമ്മളുള്ളത്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്.